വാട്സപ്പിന് വെല്ലുവിളിയോ? ഇന്ത്യയുടെ സ്വന്തം ചാറ്റിംഗ് ആപ്പ് വരികയാണ്. ഇത് വാട്സപ്പിന് വെല്ലുവിളിയാകുമോ? പുത്തൻ ചാറ്റിംഗ് ആപ്പുമായി ഇന്ത്യ ഇപ്പോഴെത്തുകയാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച മെസ്സേജിംഗ് ആപ്പായ അരട്ടായി എല്ലാവരും ഉപയോഗിക്കണമെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നത്. ചെന്നൈ ആസ്ഥാനമായുള്ള സോഹോ കോർപ്പറേഷനാണ് ഈ ആപ്പ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നതും. അരട്ടായി ഉപയോഗിക്കാൻ എളുപ്പമുള്ളതും സുരക്ഷിതവുമാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. കൂടാതെ പ്രാദേശികമായി നിർമ്മിച്ച ഈ ആപ്പിനെ എല്ലാവരും ഉപയോഗിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അരട്ടായി എന്നതുകൊണ്ട് കാഷ്വൽ ചാറ്റ് എന്നാണ് ഇപ്പോൾ അർത്ഥമാക്കുന്നത്. ഉപഭോക്താക്കൾക്ക് സന്ദേശങ്ങൾ, ചിത്രങ്ങൾ, വീഡിയോകൾ, ഡോക്യുമെന്റുകൾ എന്നിവ അയക്കുവാനും വോയിസ് വീഡിയോ കോളുകൾ ചെയ്യാനും ചാനലുകൾ കൈകാര്യം ചെയ്യുവാനും ഈ ആപ്പിലൂടെ കഴിയും. എന്നാൽ ബിസിനസ്സുകൾക്കും ഈ പ്ലാറ്റ്ഫോം ഉപയോഗപ്രദവുമാണ്. നിലവിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് കോളുകൾ അരട്ടായി വാഗ്ദാനം ചെയ്യുന്നുണ്ട് എങ്കിലും സന്ദേശങ്ങൾക്ക് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഇല്ല എന്നതാണ് ഒരു പ്രധാന പരിമിതി. അയച്ചയാൾക്കും സ്വീകർത്താവിനും മാത്രമേ സന്ദേശങ്ങൾ വായിക്കുവാൻ കഴിയൂ എന്ന് ഉറപ്പാക്കുന്ന ഒരു സുരക്ഷാ സംവിധാനമാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ. അരട്ടായി എൻക്രിപ്റ്റ് ചെയ്ത കോളുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എങ്കിലും സന്ദേശങ്ങളിൽ ഈ സ്വീകാര്യത ലഭിക്കാത്തതിനാൽ ഉപഭോക്താക്കളെ ഇത് ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. ശ്രീധർ വെമ്പുവും ഡോണി തോമസും ചേർന്ന് 1996 സ്ഥാപിച്ച മാതൃ കമ്പനിയായ സോഹയാണ് ഈ ആപ്പിന് പിന്നിൽ. ചെന്നൈ ആസ്ഥാനമായാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നതും. കമ്പനി ഇമെയിൽ, CRM, HR, അക്കൗണ്ടിംഗ്, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്നിവയിലായി 55-ലധികം ബിസിനസ് ആപ്ലിക്കേഷനുകൾ വാഗ്ദാനവും ചെയ്യുന്നുണ്ട്.